അസ്സലാമലൈക്കും. എന്താ കോയക്ക കൊറേ നേരമല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? എന്താ സംഭവം? ഞാൻ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കണ്. ഇവിടെയൊക്കെ ഓട്ടോറിക്ഷ നിൽക്കണ പോരാത്താൻ്റെ അയൽവാസി ബാവ ഓനും അതവിടെ വണ്ടി നിൽക്കണ്ടല്ലോ. ഇതൊന്നും പറ്റൂല നമുക്ക്. ബാവേ ഓന നമുക്ക് ശരിയാവൂല. നമുക്ക് സ്ഥിരം വിളിച്ച ചെക്കന്മാരുണ്ട്, ഓലോട് പറ്റേ. സ്ഥിരം വിളിച്ച വണ്ടിയിലേ കയറുള്ളൂ. നിങ്ങളെ ഇഷ്ടം പോലെ എനിക്ക് വേറെ പണി, ഞാൻ പോട്ടെ. തീരെ ഇനിയിപ്പോ എന്താ കാട്ടു പാപ്പാ? നമ്മളാ സ്ഥിരം വിളിച്ചൂലേ, ആ വാപ്പുട്ടീനൊന്ന് വിളിച്ചടാ. ഹലോ വാപ്പുട്ടിയാക്ക, ഒന്ന് പെരേക്ക് വരും നിങ്ങള്. ഇപ്പാക്ക് തീരെ സുഖമല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. ഇപ്പാ ഈ രാത്രി ആയതുകൊണ്ടേ വരാൻ പറ്റൂല എന്നാണ് മൂപ്പര് പറയണത്. നമുക്ക് ആ വാവാക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ എന്താ ബാവേ, ഇജ്ജ് പെരേക്കൊന്ന് വരുവാടാ. ഇപ്പാക്ക് തീരെ സുഖമല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. അസ്സലാമലൈക്കും. അങ്ങനെ ഒന്ന് സുഖമില്ലാതായി ആസ്പത്രിയിലൊക്കെ ആയിരുന്നു ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ അന്ന് ഞങ്ങളുടെ വാവൻ്റെ വണ്ടി ഉണ്ടായിരുന്നപ്പോഴേ നിങ്ങൾ അത് വേണ്ട, സ്ഥിരം വരുന്ന വണ്ടി വറ്റേന്ന് പറഞ്ഞ് അത് കാത്തു നിന്നു. പക്ഷെ ഓൻ വന്നില്ല. അതൊക്കെ ഞാൻ പുറത്തുനിന്ന് അറിയണ്ടേ. ഉപകാരത്തിന് നിങ്ങൾക്ക് ഭാവന്നെ വരേണ്ടി വന്നു അല്ലേ? പിന്നെ കോയക്ക, നമ്മൾ ഒരേ വണ്ടി തന്നെ വിളിക്കുള്ളൂ എന്നൊരു വാശി പാടില്ല. നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് അങ്ങാടിയിൽ ഏത് വണ്ടികൾ വെച്ചാൽ ആ വണ്ടി വിളിച്ചു പോവുക. കാരണം എന്താ അറിയോ, നമ്മൾ ഇടങ്ങേറാകുമ്പോൾ ഒരു ഉപകാരത്തിന് ആരെ കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല.